സ്വർണ്ണക്കൊള്ള നടത്തിയ ആരായിരുന്നാലും അതിന്റെ ഉത്തരവാദികളായിട്ടുള്ളവർ, അവരുമായി ബന്ധമുള്ളവർ, അതിന്റെ അന്തർനാടകങ്ങൾ, അതിന്റെ അന്തർധാരകൾ, അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന ചരടുവലികൾ, ഗൂഢാലോചന തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ ചെമ്പ് തെളിഞ്ഞോ ഇല്ലയോ, അത് സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയോ, വാതിൽപ്പാളിയുടെയും കട്ടിളയുടെയും സ്വർണ്ണപ്പാളിയും കൊണ്ടുപോയി ഇനിയിപ്പോൾ അത് കൊടിമരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊള്ള എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് മാത്രമല്ല, അതിനാധാരമായി നടന്നിരിക്കുന്ന വളരെ വർഷക്കാലമായി നടന്നിട്ടുള്ള ഗൂഢാലോചനകളുണ്ട്, കരുനീക്കങ്ങളുണ്ട്, സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അതെല്ലാം വിളിച്ചത് വരണം. ആ ആരാധകരിൽ ഒരാളാണ് ഇവിടുത്തെ MP. അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല, ആരെയും വെറുതെ വിടില്ല. എല്ലാവരെയും കയ്യാമം വെച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആരായിരുന്നാലും. കാരണം സത്യം എന്ത് എന്നുള്ളത് അറിയണം. നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സന്ദർഭവും അവസരവും എല്ലാവർക്കുമുണ്ട്. അത് കോടതിയാണ്. ആ കോടതിയിൽ അത് ചെയ്യാനുള്ളതാണ് കോടതി, അത് ചെയ്യട്ടെ. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവിടെ മാറി മാറി നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരും CPM-കാരും ഇപ്പൊ BJP കുറ്റപ്പെടുത്തുകയാണ്. BJP ആണ് ഇതിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതപര്യന്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന എല്ലാ ഇടപാടുകളും മറനീക്കി പുറത്തു കൊണ്ടുവരണം എന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാം ചോദ്യം ചെയ്യണം. അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കണം. അടൂർ പ്രകാശ് എന്ത് പറയുന്നു എന്നാണ് അറിയുന്നത്. അറിയേയില്ല എന്നായിരിക്കും ആദ്യം പറയും. എന്നിട്ടിപ്പോ എന്ത് പറയുന്നു? ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇനി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്തായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്, ചർച്ച ചെയ്തത്, ഇതാണ് അറിയേണ്ടത്. ഏതൊക്കെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയുന്നല്ലോ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ നടക്കുന്നതിന് മുമ്പായിരുന്നു സംഭവം എന്നാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷമാണോ മുമ്പാണോ എന്നുള്ളതല്ല. ആളൊന്നാണ്, ഒന്നാം പ്രതി ഒരാളാണ്, പ്രതി ഒന്നാണ്. ആ പ്രതിക്ക് മുമ്പും ബിംബും ഒന്നുമില്ല, പ്രീയുമില്ല, പോസ്റ്റുമില്ല, അത് ഒരു കേസിനെ സംബന്ധിച്ചുമില്ല. അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇടപാടുകളാണ് അറിയേണ്ടത്. അതിനു മുമ്പ് സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് മുമ്പ് അത് 2016 ആണോ 17 ആണോ 19 ആണോ എന്നുള്ളതല്ല വിഷയം.
ആ വ്യക്തി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഇടപാടുകൾ, നടത്തിയിരിക്കുന്ന ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. ജനങ്ങൾക്കറിയേണ്ടത് അതാണ്. അതിന് അറിവുള്ള ഒരു ഏജൻസി, ഒരു ദേശീയ അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് കേസ് CBIക്ക് വിട്ടുകൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരിലേക്കും അന്വേഷണം നീങ്ങണം. അങ്ങനെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിലേക്കും ആ ധ്വജസ്തംഭം, അവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തിയ കാര്യം എല്ലാം SIT അന്വേഷിക്കണം. അവിടുത്തെ അഷ്ടദിക്പാലക വിഗ്രഹങ്ങൾ എവിടെ പോയി, അതുപോലെ തന്നെ ഉപയോഗിച്ച സ്വർണം എവിടെ, ഈ വക കാര്യങ്ങളെ കുറിച്ചെല്ലാം അന്വേഷണം സമഗ്രമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്തേ.